കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് കുടിശ്ശിക 1255 കോടിയാണ്. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പം ബോർഡുണ്ട്, എന്ത് ഇവിടെ ആരോഗ്യ സുരക്ഷാ കാർഡ് എടുക്കൂല. അത് ഈ സമയത്ത് ഒരു ആരോഗ്യ രംഗത്ത് ഒരു പ്രത്യേകതയാണ്. ഉമ്മൻചാണ്ടിയും മാണിസാറും തുടങ്ങി വെച്ചതാണിത്. അന്ന് ഞങ്ങൾ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് കുഞ്ഞാലിക്കുടി സാഹിബൊക്കെ ഇരിക്കുന്നുണ്ട്. അന്ന് പാവങ്ങളോട് കാട്ടി ഏറ്റവും വലിയ കാരുണ്യാണത്. ഏത് ശസ്ത്രക്രിയയും ആ വഴിയിലൂടെ ചെയ്യാമായിരുന്നു. അത് മുടങ്ങിപ്പോയി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയില്ല. ഹൃദ്യം മുടങ്ങി, 10 കോടി കൊടുക്കാനുണ്ട്. അമ്മയും കുഞ്ഞും 34 കോടി കൊടുക്കാനുണ്ട്, മുടങ്ങി. അങ്ങനെ എത്രയാണെന്നറിയോ കുടിശ്ശിക? 2000 കോടിയുടെ കുടിശ്ശികയാണ് ആരോഗ്യരംഗത്തുള്ളത്. ആരോഗ്യരംഗത്ത് 2000 കോടി. ഇതിവിടെ എപ്പോഴും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട്, ഗവൺമെന്റിന് പ്രയോറിറ്റി വേണം. പാവപ്പെട്ടവന്റെ ആരോഗ്യം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. പ്രയോറിറ്റി കാണിക്കേണ്ടത് അവിടെയല്ലേ, അല്ലാതെ ദൂർത്ത് കാണിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തലല്ലോ. പ്രയോറിറ്റി കാണേണ്ടത് അവിടെയാണ്. നിങ്ങളുടെ പ്രയോറിറ്റി അവിടെ കാണുന്നില്ല. ആരോഗ്യ രംഗം ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു എന്നതാണ് സർ ഇന്ന് കേരളത്തിലെ അവസ്ഥ. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല, കപ്പൽ മുങ്ങിപ്പോയി. ഈ കപ്പൽ പൊങ്ങൂല. ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ ഇതിൽ കാണുന്നത്.